എന്താ പറയാ? ഒന്നും തിരിക്കും. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. കോടിക്കിലുക്കങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് കോളിവുഡ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? അല്ലേ? രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, അജിത്, സൂര്യ എന്നിങ്ങനെ തമിഴകത്തെ ഒട്ടുമുക്കാൽ താരങ്ങൾക്കും തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുണ്ട്. അതപ്പോ സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. പട്ടിണി. ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ സൂപ്പർതാര ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അജിത്, സൂര്യ, കമൽഹാസൻ എന്നിവരുടെ സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ പ്രൗഢിയോടെ നിൽക്കാൻ ഈ സിനിമയ്ക്കൊന്നും കഴിഞ്ഞില്ല. അതെന്താ? ഒക്കെ ഒരു ജാതി വകകളാണോ? നമുക്ക് ചേർന്നതൊന്നുമില്ല. ഈ വർഷം ആദ്യമെത്തിയ വമ്പൻ ഹൈപ്പ് ചിത്രമെന്ന് പറയുന്നത് അജിത്തിനെ നായകനാക്കി മഹിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചയായിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സിനിമയ്ക്ക് മേലുണ്ടായിരുന്ന ഹൈപ്പ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏത് സിനിമയുടെ ടീസറോ ട്രെയിലറോ പുറത്തിറങ്ങിയാലും അതിനു താഴെ വിടാമുയർച്ച അപ്ഡേറ്റ് എന്ന കമന്റ് കാണാൻ കഴിയുമായിരുന്നു. എന്തൊക്കെ മേളമായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി തമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. 300 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. എന്നാൽ പിന്നാലെ വന്ന അജിത്തിന്റെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി ബോക്സ് ഓഫീസിന് ഉണർവേകുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. പക്ഷേ ആ വിജയം തമിഴ്നാട്ടിൽ മാത്രമായി ചുരുങ്ങി. കങ്കു ഏൽപ്പിച്ച ക്ഷീണത്തിൽ നിന്ന് സൂര്യ തിരിച്ചു വരുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ച സിനിമയായിരുന്നു റെട്രോ. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? അതിന് പ്രധാന കാരണം കാർത്തിക് സുബരാജ് എന്ന സംവിധായകൻ തന്നെയായിരുന്നു. ഞാനാണോ? അതെ, താൻ തന്നെ. മികച്ച സംവിധായകർക്കൊപ്പം എന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നടിപ്പിൻ നായകൻ കാർത്തിക് സുബരാജ് സിനിമയിൽ തകർത്താടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ ആ സിനിമയും ബോക്സ് ഓഫീസിൽ നിരാശ പടർത്തി. നാളിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാൽ. ഈ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ എൻട്രിയാണ് തഗ് ലൈഫ്. നായകൻ എന്ന എവർ ക്ലാസിക് സിനിമയ്ക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന സിനിമ എന്നതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു താങ്കൾ? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16 അതിനൊപ്പം സിംബു, തൃഷ, ജോജോ ജോർജ്, അശോക് സെൽവൻ എന്നിങ്ങനെ വലിയ താരനിര സിനിമയിലുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? ഒരു കാര്യമില്ല. അതാണ് ജൂൺ ആദ്യവാരത്തിൽ റിലീസ് ചെയ്ത സിനിമയെ പ്രേക്ഷകർ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ്. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ 100 കോടി എന്ന സംഖ്യയിലേക്ക് കടക്കുന്നതിന് കഷ്ടപ്പെടുകയാണ്. ലോകത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഇനി സംഭവിക്കല്ലേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മണിരത്നത്തിന്റെ ഏറ്റവും മോശം സിനിമയാണ് തഗ് ലൈഫ് എന്ന് പോലും കമന്റുകളുണ്ട്. അവരങ്ങനെയും ശരിയാണെങ്കിൽ നടന്നോ, അതിനെ തുറപ്പിച്ചു നോക്കണമെന്നാണ്. ഈ കണക്കുകൾ പറയുമ്പോഴും 12 വർഷം പെട്ടിയിലിരുന്ന ഒരു സിനിമ ബോക്സ് ഓഫീസിൽ തകർത്താടിയ വർഷം കൂടിയാണ് തമിഴിന് 2025. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോരെ. വലിയ താരനിര ഒന്നുമില്ലാതെ വന്ന ഡ്രാഗൺ, കുടുംബസ്ഥൻ, ടൂറിസ്റ്റ് ഫാമിലി, മാമൻ തുടങ്ങിയ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായി മാറി. അതെ, എന്റെ കുഴപ്പമൊന്നുമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ലട്ടാ, മനസ്സിലായടാ. എന്നാൽ മികച്ച ഇനീഷ്യൽ ലഭിക്കാൻ സൂപ്പർ താരങ്ങളുടെ പേര് സഹായിക്കും എന്നതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. കോടി ക്ലബിലൂടെ ഇൻഡസ്ട്രികൾക്ക് ഉണർവേകാനും ഇത്തരം സിനിമകൾ അത്യാവശ്യമാണ്. അയ്യോ, വീണ്ടും പോയിന്റ്. അത്തരം സിനിമകളുടെ പട്ടിക നോക്കുമ്പോൾ ഇനി വരും മാസങ്ങളിൽ ഹോളിവുഡിന് ആകെ പ്രതീക്ഷ ഒറ്റ പേരിലാണ്, ഒറ്റ പടത്തിൽ മാത്രമാണ്. അവൻ വരണം. അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. തലൈവരുടെ ലോകേഷിന്റെ കൂലിയിൽ. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. ഞാൻ രക്ഷപ്പെടും.
എനിക്ക് നല്ല ഉറപ്പാ. ഓഗസ്റ്റ് 14 കൂലി തിയേറ്ററിലെത്തുമ്പോൾ മിനിമം 500 കോടി കളക്ഷനാണ് തമിഴകം പ്രതീക്ഷിക്കുന്നത്. ആശാനെ ഇത് നടന്നാൽ കൊള്ളാമായിരുന്നു. നടക്കും, ഞാൻ നടത്തും. തലവരുടെ സൂപ്പർ സ്റ്റാർഡും ലോകേഷിന്റെ ബ്രാൻഡ് വാല്യൂം തന്നെയാണ് അതിന് പ്രധാന കാരണം. ഇനി ജയിக்கிறதும் தோக்கறதும் உன் கையில தான்டா இருக்கு. ஊரே உனக்காக வேண்டுற சாமி. ஜெயிச்சிரடா. உன்னை நம்பி இருக்கோம்டா, ஜெயிச்சிரடா. നാഗാർജുന, ഉപേന്ദ്ര തുടങ്ങി അതാത് ഇൻഡസ്ട്രികളിലെ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യവും പിന്നെ ബോളിവുഡിന്റെ ഇന്ത്യൻ സിനിമയുടെ സ്വന്തം അമീർ ഖാന്റെ ക്യാമിയോയും സിനിമയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. முடிச்சிடலாமா?